പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഹല്ലേലൂയ. നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയായിരുന്നു എന്ന് അതു നിമിത്തം എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ഏത് നിമിത്തം? ആ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോടെ ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവകൃപ ലഭിച്ചത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ. ഹല്ലേലൂയ. നോക്കൂ, എന്നിട്ട് താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തലൻ പൗലോസിനെ എന്തൊക്കെ പ്രയാസങ്ങൾ നേരിട്ടിരുന്നിരുന്നു. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പലവിധമായ ബുദ്ധിമുട്ടുകൾ സഹിച്ച് എല്ലാ പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോഴും കർത്താപ്പനെ വിട്ടുപിരിയാതെ ചേർന്നു നിന്ന ആ അപ്പച്ചനെ സുവിശേഷീകരിപ്പാൻ, അപ്പച്ചൻ്റെ വചനം പറയുവാൻ എത്ര തിടുക്കത്തോട് നിന്ന ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ അപ്പൻ്റെ മുമ്പിൽ സന്നിധി ഹല്ലേലൂയ മുട്ടുകുത്തുകയാണ്. ഹല്ലേലൂയ. നോക്കൂ, അവൻ തൻ്റെ അടുത്ത വാക്യങ്ങൾ പറയുന്നുണ്ട്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഹല്ലേലൂയ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ഹല്ലേലൂയ. ആത്മാവിനാൽ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിയെടുക്കണം. അതായത് നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും ഉദ്ദേശങ്ങളെയും കൂടുതലായി ക്രിസ്തുവിൻ്റെ സ്വാധീനത്തിന് കീഴിലാക്കണമെന്നാണ് ഹല്ലേലൂയ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ക്രിസ്തുവിൽ, അതായത് ആ ശക്തി, ആത്മാവിൻ്റെ ശക്തി നമ്മുടെ അടുക്കിലേക്ക് വരണമെങ്കിൽ ക്രിസ്തു തൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കും. ഹല്ലേലൂയ. അപ്പൻ്റെ ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വ്യാപരിക്കുന്നത് എങ്ങനെയാ? ക്രിസ്തു തൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുക. അതിനാ 16-ഉം 17-ഉം വാക്യം വായിച്ചത്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ആ ശക്തിയോടെ ബലപ്പെട്ട് നമ്മൾ ആയിരിക്കണം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യനെ നമ്മൾ ശക്തിപ്പെടുത്തണം. എന്നിട്ട് അടുത്തതായിട്ട് നോക്കൂ, ദൈവത്തോടും ക്രിസ്തുവിനോടും
മറ്റുള്ളവരോടുമുള്ള സ്നേഹത്തിൽ നമുക്ക് അടിസ്ഥാനപ്പെട്ടു വരുവാൻ ആ ശക്തി ലഭിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട്. 17 വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിട്ട് നിൽക്കണം. ഹല്ലേലൂയ. നോക്കൂ, നമ്മോടുള്ള ക്രിസ്തുവിന്റെ ആ സ്നേഹത്തെ നമ്മുടെ മനസ്സിലും അനുഭവത്തിലും ആഴത്തിലും ഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അതിൻ്റെ ആ നീളവും വീതിയും ആഴവും എല്ലാം മനസ്സിലാക്കുമ്പോൾ അപ്പൻ്റെ ആ സ്നേഹത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ആരെയും അനുഭവിച്ച ആരെയും തന്നെ അതിൽ നിന്ന് വേർപിരിപ്പാൻ സാധ്യമാകുകയില്ല. നോക്കൂ, ആ ക്രിസ്തു ആത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവവും വളർച്ചയും നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, സ്നേഹത്തിൽ ഹല്ലേലൂയ, അതായത് 4-ാം അധ്യായം 15 തന്നെ എഫെസ്യർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, നമ്മൾ അപ്പനിൽ വേരൂന്നി വളരണം. ഹല്ലേലൂയ. അതായത് അതിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും എല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് നീളം നിത്യത വരെ നിലനിൽക്കുന്ന ആ സ്നേഹത്തിന്റെ നീളം, അതായത് കർത്താവിന്റെ സ്നേഹത്തിന്റെ നീളം അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി തന്ന ആ രക്തത്താൽ നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, അതിന്റെ വീതി ഒന്ന് നോക്കിയാൽ ഓരോ വ്യക്തിയും തേടി ചെല്ലുന്ന ആ ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. അതായത് ആഴം, കൊടും പാപിയായ എന്നെ, ഹല്ലേലൂയ, നമ്മെ ഓരോരുത്തരെയും നേടിയെടുക്കുന്ന ആ ദൈവ സ്നേഹത്തിന്റെ ആഴം. ഹല്ലേലൂയ. ഉയരം നോക്കൂ, സ്വർഗത്തിലെത്തിക്കുന്ന സ്നേഹത്തിന്റെ ഉയരം, നിത്യത വരെ എത്തിക്കുന്ന ആ ഉയരം നമ്മൾ മനസ്സിലാക്കുക. പ്രിയ മക്കളെ, നമ്മൾ എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെയാണ്? ഹല്ലേലൂയ. നമ്മൾ പാപക്കുഴിയിൽ നിന്ന് അപ്പന്റെ കരുത്തിലേക്ക് നമ്മെ തേടി, ഹല്ലേലൂയ, ആ ദൈവ സ്നേഹം നമ്മിലേക്ക് പതിഞ്ഞപ്പോൾ അപ്പന്റെ കരുത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മൾ ബലപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിലേക്ക് അപ്പന്റെ സ്നേഹം കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അപ്പനിൽ വേരൂന്നി വളരുമ്പോൾ നമുക്ക് നിലനിൽക്കുന്നത് നമ്മുടെ, ഹല്ലേലൂയ, ആ നിത്യമായ ഒന്നിനു വേണ്ടിയാ, ആ നിത്യതയ്ക്ക് വേണ്ടിയാ നമ്മൾ ഒരുങ്ങി കാത്തിരിക്കുന്നത്. അപ്പൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ ഭവനത്തിന് നമ്മൾ അവകാശികളായി തീരണം. പ്രിയ മക്കളെ, പറഞ്ഞിരിക്കുകയാണ്, അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്കും അപ്പന്റെ സന്നിധിയിൽ മുട്ടുകുത്താം. ഇവിടെ ഉള്ളതല്ല, ഇതെല്ലാം താൽക്കാലികമാണ്. നിത്യമായ ആ സ്വർഗീയ ഭവനത്തിന്റെ ഓഹരിക്കാരായി തീരുവാൻ വേണ്ടി നമുക്കായി തീരാം. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി നമുക്ക്, ഹല്ലേലൂയ, അപ്പന്റെ പാദപീഠത്തിലായിരിക്കാം. സകലത്തിന്മീതെ, ഹല്ലേലൂയ, പരിവർത്തിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ ഉണ്ടായിരിക്കണം. നോക്കൂ, ആ ദൈവിക ആത്മീയ ശക്തി നമ്മിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ സ്വഭാവവും വളർച്ചയും നമ്മുടെ ഉള്ളിൽ, ഹല്ലേലൂയ, വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. പ്രിയ മക്കളെ, അപ്പന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, അപ്പന്റെ സ്നേഹം ആ വേരൂന്നി വളരുവാൻ, ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അപ്പ, ഞങ്ങളെ ഓരോരുത്തരെയും അപ്പന്റെ സ്നേഹത്തിൽ, ഹല്ലേലൂയ, ഉറച്ചു നിൽപ്പാൻ സഹായിക്കണം. അപ്പന്റെ കൃപ കൂടെ ഇരിക്കണം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും സ്ഥിതി അപ്പനാണ് അറിയുന്നത്. ഭാരത്തോട്, പ്രയാസത്തോട്, ഹല്ലേലൂയ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ഉള്ളിൽ അപ്പന്റെ സ്നേഹം ഒന്ന് കൊടുക്കണേ അപ്പ. യേശുവുമായിട്ടുള്ള ബന്ധം ഒന്ന് അറിയുവാൻ ഇടയായി തീരണം. അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു വജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.